ഹായ് ഫായിസ്, അറിയോ? സോറി, നേരത്തെ എനിക്ക് തോന്നണ വിളിച്ചപ്പോ കിട്ടിയില്ല. അപ്പൊ എനിക്ക് തോന്നണ എല്ലാം ഓക്കെ അല്ലേ? ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ അല്ലേ? കിടന്നിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ, എന്നെ മനസ്സിലായോ? ഓക്കെ ഓക്കെ. ഫായിസ് എവിടെയാ സ്ഥലം? ആ, മലപ്പുറം. അവിടെയാണോ ഇപ്പോ? ഓക്കെ ഓക്കെ ഓക്കെ. എന്തിനാ വിളിച്ചതെന്ന് മനസ്സിലായോ? ആ, ആദ്യമായി പലർക്കും അറിയില്ല എന്തിനാ രാത്രി വിളിക്കണേന്ന്. ഇപ്പൊ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കണ്ടിട്ട് ബോച്ച വിളിക്കുമ്പോ എന്തോ ഒരു സംഭവമാണ്, എന്തോ ഒരു പ്രതീക്ഷയാണെന്നുള്ളത്. അപ്പൊ തീരുമാനമായില്ലേ? ഏകദേശം ചിരി കണ്ടാ അറിയാം. അല്ലാണ്ട് ഈ രാത്രി നമ്പർ എടുത്ത് വിളിക്കണ എന്തിനാ അല്ലേ? 10 ലക്ഷം അടിച്ച ഭാഗ്യവാനാണ് ഫായിസ്. സന്തോഷാണോ? ഓക്കെ. എന്താ ചെയ്യണത്? മൊബൈൽ ഷോപ്പ്. എവിടെ? വേങ്ങര. ഓക്കെ. എത്ര ബ്രാഞ്ചായി മൊബൈൽ? എത്ര കാലമായി ബിസിനസ് തുടങ്ങിയിട്ട്? കച്ചവടമൊക്കെ ഉണ്ടോ? അപ്പൊ ഒന്ന് പറയൂ, ഒന്ന് പരിചയപ്പെടുത്തൂ. ആരൊക്കെയുള്ള വീട്ടില്, എന്തൊക്കെയാണ് ചെയ്യണത്? എന്താ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ടോ സ്വന്തമായിട്ട്? അടുത്ത മാസം? ഒറിജിനൽ സ്വന്തമായിട്ടുള്ള കല്യാണം? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ തല വെക്കാൻ തീരുമാനിച്ചു. വെരി ഗുഡ്. മൊബൈൽ വഴിയാണോ ആ ബന്ധം? മൊബൈൽ കച്ചവടമല്ലേ? അപ്പൊ മൊബൈൽ വഴിയാണോ അത് ഉറപ്പിച്ചത്? ആ, സി, എന്റെ ഒരു സൈക്കോളജി കണ്ടില്ലേ, എന്താ എത്ര കറക്റ്റ് ആയിട്ടാ കാര്യങ്ങൾ പറയണേ. ഓക്കെ. എന്താ ചെയ്യണേ? ഗേൾ ഫ്രണ്ട് എന്ന് പറയാലോ മൊബൈൽ വഴിയാവുമ്പോ. എന്ത് ചെയ്യുന്നു ഗേൾ ഫ്രണ്ട്? ലൈസൻസ് കിട്ടാത്തോണ്ട് ഇപ്പോഴും ഗേൾ ഫ്രണ്ട് എന്ന് പറയാലോ അല്ലേ? ആ, ഡിഗ്രിക്കാണ് പഠിക്കുന്നത്. അപ്പൊ ഇനി കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പഠിപ്പിക്കുക? ആള് ആ ഡിഗ്രി തന്നെ പഠിക്കുവോ അതോ നിങ്ങള് കോഴ്സ് മാറ്റി പഠിപ്പിക്കോ? പഠിപ്പിക്കും. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ മറ്റേ പഠിപ്പ് നിർത്തോ? കോളേജ് പഠിപ്പ് നിർത്തോ? അല്ല, കോളേജിൽ പോയി പഠിക്കുന്നത് അപ്പൊ നിർത്തിക്കോ? ഇല്ല അല്ലേ? പഠിക്കാൻ അനുവദിക്കും. വെരി ഗുഡ്. മുമ്പ് പഴയ കാലത്തൊക്കെ അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞാൽ കഴിഞ്ഞു, കൊച്ചിന്റെ ഭാവി തീർന്നു, പഠിപ്പും കഴിഞ്ഞു, പിന്നെ വെറും പ്രസവം മാത്രമായിരിക്കും. നല്ല പുരോഗമന ചിന്താഗതിക്കാരനാണ് കേട്ട്. പിന്നെ ആരല്ല വീട്ടില്? ഉമ്മപ്പൊക്കെ സുഖമായിരിക്കുന്ന? ഒരു ബിസിനസ്സിലുണ്ടോ? ആ, ഇനി എന്താ ചെയ്യാൻ പോണ കേക്കട്ടെ? ഈ 10 ലക്ഷം കൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്? നമ്മുടെ തായ്ലൻഡിൽ ടൂറ് പോവോ? ഉഗാണ്ടയിൽ പോവോ? എന്താണ് ചെയ്യാൻ പോണത്? അപ്പൊ ഒരു ബ്രാഞ്ച് കൂടെ തുടങ്ങോ? ഉഷാറാക്കണം, സ്റ്റോക്ക് കൂട്ടണം. അടുത്ത മാസം കല്യാണമൊക്കെ അല്ലേ, അപ്പൊ അതിന്റേതായ കുറച്ച് ചെലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് ഇപ്പൊ ഭയങ്കര ആശ്വാസം. ഉഷാറാക്കണേ ബിസിനസ്. എന്നോട് പറഞ്ഞു എന്നെ പാർട്ട്ണർ ആക്കിയാൽ മതി. ബോച്ചെ പാർട്ട്ണർ പുതിയ ബ്രാൻഡിൽ വരെയല്ലേ? ബോച്ചെ ടീ, ലക്കി ഡ്രോ, ബോച്ചെ പാർട്ട്ണർ ഇതുണ്ട്, ഗോൾഡ് വരുന്നുണ്ട്. ഗൾഫിലും ഇന്ത്യയിലും ആയിട്ട് ബോച്ചെ പാർട്ട്ണർ എന്നുള്ള ബ്രാൻഡില് മിനി ഷോപ്സ് വരുന്നുണ്ട്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്. അങ്ങനെ ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പൊ. അപ്പൊ ഇനി വേണമെങ്കിൽ ആക്കിക്കോളൂ പാർട്ട്ണറായിട്ട്. മൊബൈലോ ജ്വല്ലറി എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമുക്ക് കച്ചവടം ചെയ്യാം, കാശ് ഉണ്ടാക്കുക, അടിച്ചു പൊളിക്കുക. കുറച്ചധികം കാശ് നമുക്കും, കുറച്ച് പൈസ പാവപ്പെട്ടവർക്കും കൊടുക്കുക. അതാണ് നമ്മുടെ ഒരു പോളിസി. അതാണ് ഒരു സുഖം. നമ്മൾ സുഖിക്കുക, അവര് സുഖിക്കുക. പിന്നെ ഈ ഇത് കേൾക്കുമ്പോ ഒരു കുളിരുണ്ടോ? ഒരു അടിവയറ്റിന്ന് ഒരു കുളിര് വരുന്നുണ്ടോ? ഉണ്ട് അല്ലേ? എവിടുന്നാ വരുന്നത്? എവിടുന്നൊക്കെ വരുന്നുണ്ട്? എന്തൊക്കെ വരുന്നുണ്ട്? ഉണ്ട് അല്ലേ? ഓക്കെ. ഞാൻ ചില ദിവസം ചിലരെ വിളിക്കുമ്പോ
ചിലവരൊക്കെ പറയാറുണ്ട് അവരുടെ വികാരങ്ങളും. പെട്ടെന്ന് രാത്രി വിളിച്ചിട്ട് 10 മണിക്ക് 11 മണിക്ക് ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ, ഞാൻ ഒരാളെ വിളിച്ചപ്പോൾ അയാൾ ഫുൾ വിശർക്കുക, AC റൂമിലാണെങ്കിലും ഫുൾ വിശർക്കുക. പക്ഷെ എന്താണ്, അല്ല എന്തോ മാതിരി എന്നൊക്കെ. അപ്പൊ ഞാൻ ചോദിച്ചു 10 ലക്ഷം അടിച്ചപ്പോ അതിന്റെ ഒരു ഇതല്ലേ? അല്ല, ബോച്ചി രാത്രി ആദ്യമായിട്ട് പെട്ടെന്ന് എങ്ങനെ നമ്പർ എടുത്ത് വിളിച്ചു, അതാണ് കൂടുതൽ ആൾക്കുള്ള ഇത്. പിന്നെ 10 ലക്ഷവും. എന്താണ് പറയാനുള്ളത്? എന്താണ് താങ്കൾക്ക്? 1-2 കാര്യങ്ങൾ പറയൂ. ഞാൻ വിളിച്ചതല്ലേ, എന്തെങ്കിലും വിശേഷം പറ. ഞാൻ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ, സുഖമായിട്ടിരിക്കുന്നു. സുഖം അങ്ങനെ കാണുന്നുണ്ടല്ലോ നമ്മള്, ഇങ്ങനെ സുഖം ദുഃഖമൊക്കെ ആയിട്ട് ഇങ്ങനെ. ഇപ്പൊ സുഖമാണ്, റെസ്റ്റ് ഒക്കെ ആയി, ഒന്ന് ഫ്രഷ് ആയി. മറ്റേ കുറച്ച് ദിവസം റോട്ടിലൊക്കെ വെയിലത്ത് തെണ്ടി കിടക്കായിരുന്നല്ലോ. ഇല്ല, ഇപ്പൊ ഞങ്ങള് യാത്രയില്ല. ഞാന് ഇവിടെ ഈ മല്ലിക എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഒരു ബോച്ചേട്ടിയുടെ ലക്കി ഡ്രോ ഒരു ഫ്രാഞ്ചൈസി, ബോച്ചെ പാർട്ട്ണർ ബ്രാൻഡിൽ ഒരു ഫ്രാഞ്ചൈസി ഇട്ട് കൊടുക്കായിരുന്നു ചാരിറ്റിയുടെ ഭാഗമായിട്ട്. അത് കഴിഞ്ഞു. ഇനിയിപ്പോ വേറെ ഒരെണ്ണം കൂടെ ഉദ്ഘാടനം ചെയ്യാനുണ്ട്. ഇപ്പൊ ഒരു നമ്മുടെ പുതിയ ബോച്ചേട്ടി എന്ന് പറഞ്ഞൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ, നിങ്ങളോട് എന്തിനാ പറയുന്നത്, നിങ്ങള് ബോച്ചേട്ടി വാങ്ങി ബോച്ചെ ലക്കി ഡ്രോ ടിക്കറ്റ് കിട്ടി 10 ലക്ഷം അടിച്ചിരിക്കുന്ന ആളോട് എന്തിനാ ഞാൻ പറഞ്ഞു. ഇത് എന്നാണ് എടുത്തത് ബോച്ചേട്ടി വാങ്ങിയത്? എത്ര ദിവസം എടുത്തു? 12 ദിവസമായിട്ടില്ല, 15-ാം തീയതി അല്ലേ? പീസ് 12 പീസ്. ഓ, 12 എണ്ണത്തില് ഇപ്പൊ 10 ലക്ഷം അടിച്ചു. പിന്നെ അടിച്ചായിരുന്നോ? ഒരു 100 അടിച്ചു, ഒരു 10 ലക്ഷം അടിച്ചു. 200-300 അടിച്ചു, ഇപ്പൊ 10 ലക്ഷം. ഭയങ്കര ഭാഗ്യവാനാണ്. ഇപ്പൊ അതിലും വലിയ ഭാഗ്യാണ് വരണേ. 1 മാസം കഴിഞ്ഞ മൊഞ്ചുള്ള പെണ്ണ് വരുന്നു. എല്ലാം കൊണ്ടും നല്ല സമയമാണ്. 100 അടിച്ചു, 300 അടിച്ച്, 200 അടിച്ച്, 10 ലക്ഷം അടിച്ചു. ഇതിലും വലിയ അടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അടുത്ത മാസം കല്യാണം. ഭാഗ്യവാനാണ്, നല്ല സമയമാണ്. ഈ അമേരിക്കൻ ലോട്ടറി ഉണ്ട്, 8,000 കോടി അടിച്ചാല്. ഒന്നും എടുത്തോളൂ. പിന്നെന്താ വേറെ വിശേഷങ്ങള്? ഭക്ഷണം കഴിച്ചോ? വന്നേ ഉള്ളൂ അല്ലേ? നിങ്ങളാള് ഒരു മോഡലിന്റെ ലുക്ക് ഉണ്ടല്ലോ, ഒരു സുന്ദരനാണല്ലോ. നമ്മുടെ ബോച്ചേട്ടിയുടെ ഒരു മോഡലാക്കട്ടെ. അല്ല, ഉണ്ട്, നല്ല ലുക്ക് ഉണ്ട്, ഒരു മോഡേൺ ലുക്ക് ഉണ്ട്. ഓക്കെ, കാശ് തരേണ്ടി വരുമോ മോഡലാവണേ? ഞാൻ കാശ് അങ്ങോട്ട് തരേണ്ടി വരുമോ? 2 ടൈപ്പ് സംഭവങ്ങൾ എന്റെ അനുഭവം. ചിലവരൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ, പെണ്ണുങ്ങളെയൊക്കെ വിളിക്കുമ്പോഴേ കാശ് ചോദിക്കും. ചിലവര് കാശ് ഇങ്ങോട്ട് തരാം, ഒരു മോഡലാക്കി തരും, ഒരു ബ്രാൻഡിന്റെ മോഡലായ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രക്ഷപ്പെടുമല്ലോ. അങ്ങനെ 2 ടൈപ്പ് ആൾക്കാരെ ഞാൻ കാണാറ്. കാശ് വാങ്ങുമോ എന്റെ? ഇല്ല, താങ്ക് യു. ഞാൻ കൊടുക്കും, ഫ്രീ ആയിട്ടൊന്നും സ്വീകരിക്കാറില്ല, ചോദിച്ചു. അപ്പൊ ഓക്കെ, താങ്ക് യു വെരി മച്ച്. വിഷ് യു ഗുഡ് ലക്ക്. ചായ കുടിക്കൂ, കോടീശ്വരനാകൂ. ഓക്കെ, conquer the world with love. Love you, everybody. You're on Boche. Bye. Bye.